നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് മാത്രമല്ല 20% വോട്ട് നേടുമെന്നാണ് BJP ആവേശം കൊണ്ട് പറയുന്നത്. ഇടതുറപ്പിലാണോ ആ 20% എന്ന് പല കോണിൽ നിന്നും ആക്ഷേപം വരികയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ തോൽക്കാൻ CPM കാരണങ്ങൾ ഇട്ടുകൊടുത്തിട്ടുണ്ട്. പാനൂരിലെ ബോംബ് സ്ഫോടനം, വടകരയിലെ വീഡിയോ പോര്, പിന്നെ EP ജയരാജൻ ജാവഡേക്കർ ചർച്ച, CPM പാളയത്തിൽ വലിയ വിള്ളലുണ്ടാക്കിയ സംഭവങ്ങൾ, പാർട്ടിയിൽ പോലും പോരിനിടയാക്കിയ സംഭവങ്ങൾ, കണ്ണൂർ രാഷ്ട്രീയം ഇളക്കിമറിച്ച കാരണങ്ങൾ, സംഘപരിവാറിന് 2 സീറ്റ് പിണറായി തന്ന ഉറപ്പാണോ? തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ആരുടെ ഉറപ്പാണെന്നുള്ളതിന്റെ തെളിവ് സഹിതം പുറത്താകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് പ്രതീക്ഷ മാത്രം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും തൃശൂരും വിജയം ഉറപ്പെന്ന് വിലയിരുത്തുകയാണ് സംസ്ഥാന BJP നേതൃത്വം. ബൂത്ത് തലത്തിൽ നിന്ന് ലഭിച്ച കണക്കുകൾ വിലയിരുത്തിയാണ് സംസ്ഥാന നേതൃത്വം ഈ തീരുമാനമെടുക്കുന്നത്. കേന്ദ്ര നേതൃത്വത്തെയും വിലയിരുത്തൽ അറിയിച്ചിട്ടുണ്ട്. ആറ്റിങ്ങലിലും പത്തനംതിട്ടയിലും അട്ടിമറി സംഭവിക്കാമെന്നും BJP കരുതുന്നു. കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് മാത്രമല്ല 20% വോട്ട് നേടുമെന്നാണ് വിലയിരുത്തൽ. ആലപ്പുഴയിലും പാലക്കാടും കാസർഗോഡും കോഴിക്കോടും വലിയ തോതിൽ വോട്ട് കൂടും. കെ സുരേന്ദ്രൻ മത്സരിച്ച വയനാട്ടിൽ വോട്ട് ഇരട്ടിയാകും. തുഷാർ വെള്ളാപ്പള്ളിക്ക് കോട്ടയത്ത് 2.5 ലക്ഷം വോട്ട് കിട്ടുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ മറ്റ് 3 BDJS സ്ഥാനാർത്ഥികളും വലിയ നേട്ടമുണ്ടാക്കില്ല എന്നാണ് നിഗമനം. 2019 3,16,000 വോട്ട് നേടിയ തിരുവനന്തപുരത്ത് ഇത്തവണ 3,60,000 വോട്ട് നേടി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വിജയിക്കും. 2ാം സ്ഥാനത്ത് ശശി തരൂരായിരിക്കും. നേമത്ത് 20,000, വട്ടിയൂർക്കാവിൽ 15,000, കഴക്കൂട്ടത്ത് 8,000, തിരുവനന്തപുരം സിറ്റിയിൽ 5,000 വോട്ട് എന്നിങ്ങനെ ലീഡ് നേടും. പാറശാലയിൽ 2ാം സ്ഥാനത്തെത്തും. കോവളത്തും നെയ്യാറ്റിൻകരയിലും 3ാമത് തന്നെയെങ്കിലും വലിയ മുന്നേറ്റമുണ്ടാക്കും. തൃശൂരിൽ എന്തായാലും സുരേഷ് ഗോപി വിജയിക്കുമെന്നാണ് വിലയിരുത്തൽ. BJP 4 ലക്ഷം വോട്ട് പിടിക്കും. 3,80,000 വോട്ട് നേടി UDF ആയിരിക്കും 2ാം സ്ഥാനത്ത്. തൃശൂർ, മണലൂർ, ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തും നാട്ടികയിലും പുതുക്കാടും 2ാം സ്ഥാനത്തും സുരേഷ് ഗോപി എത്തുമെന്നാണ് വിലയിരുത്തൽ. കേന്ദ്രമന്ത്രി V മുരളീധരൻ മത്സരിച്ച ആറ്റിങ്ങലിൽ ഇഞ്ചോടിഞ്ച് മത്സരം നടന്നു. 3 ലക്ഷം വോട്ട് ഉറപ്പാണെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. വർക്കലയിലും ആറ്റിങ്ങലിലും ചിറയിൻകീഴിലും 1ാമതെത്തും. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി മുൻപ് കെ സുരേന്ദ്രൻ നേടിയ 2,97,000 വോട്ട് മറികടക്കാനുള്ള മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഓർത്തഡോക്സ്, നായർ, ഈഴവ വോട്ടുകൾ ഭിന്നിച്ചാൽ അത് BJPക്ക് ലഭിക്കുമെന്നാണ് ബൂത്തുതല റിപ്പോർട്ട്. പാലക്കാടും ആലപ്പുഴയിലും വോട്ട് വിഹിതം കുതിച്ചുയരും. ഇതാണ് BJP കണക്കുകൂട്ടുന്നത്. ഇതിൽ മറ്റു മണ്ഡലങ്ങളൊക്കെ വിട്ടേക്കൂ. തൃശൂരും തിരുവനന്തപുരത്തിന്റെയും കാര്യത്തിൽ 100-ൽ 101% ഉറപ്പാണ് BJPക്കുള്ളത്. BJP കേന്ദ്ര നേതാക്കളും കേരള നേതാക്കളും ഉറച്ച സ്വരത്തിലാണ് പറയുന്നത് തൃശൂരും തിരുവനന്തപുരവും കിട്ടുമെന്ന്.